നമസ്കാരം. ഏപ്രിൽ 10 റിലീസിന് വന്ന മമ്മൂക്ക സിനിമയാണ് ബസൂക്ക. ബസൂക്ക 3 ഷോകളായിരുന്നു നമ്മുടെ തൃശ്ശൂർ രാഗം തിയേറ്ററിൽ വെച്ചിട്ടുണ്ടായിരുന്നത്. 2 ഷോ എമ്പുരാൻ അവിടെ കളിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ബസൂക്കയുടെ ഷോ ടൈമുകളെല്ലാം തന്നെ വെച്ച ഒരു ടൈം പ്രേക്ഷകർക്ക് വന്ന് സിനിമ കാണാനുള്ള കൃത്യമായിട്ടുള്ള ഒരു സമയമായിരുന്നില്ല എന്നുള്ളതാണ്. കാരണം കാലത്ത് 9 മണിക്ക് ഒരു ഷോയാണ്. സാധാരണ രീതിയിൽ ഒരു വർക്കുള്ളവർക്ക് ഒന്നൊരു സിനിമ കാണാനൊന്നും പറ്റാത്ത ഒരു ടൈമാണ്. പിന്നെ ആകെ കൂടി കിട്ടുന്ന ഒരു ഫ്രീ ടൈം എന്ന് പറയുന്നത് ഫസ്റ്റ് ഷോയാണ്. ഫസ്റ്റ് ഷോ എന്ന് പറയുമ്പോൾ ഒരു 6 മണിക്ക് കിട്ടുന്ന ഷോയാണ്. 6 മണിക്കും ബസൂക്ക കാണാൻ സാധിച്ചില്ല എന്നുള്ളതാണ്. കാരണം വൈകിട്ട് 11 മണിക്ക് ശേഷമാണ് ബസൂക്ക സിനിമ പിന്നെ വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഷോ ടൈമിൽ വന്ന കുറച്ച് വ്യത്യാസങ്ങളിൽ പ്രേക്ഷകർ ആ ഒരു ലെവലിലും സിനിമയ്ക്ക് കുറയാൻ ചാൻസ് ഉണ്ട്. പിന്നെ ബസൂക്ക എന്ന് പറഞ്ഞ സിനിമ വലിയൊരു ഹൈപ്പൊന്നും ഇല്ലാതെ സിമ്പിളായിട്ട് വന്നിട്ടുള്ളൊരു സിനിമയാണ്. അതുകൊണ്ട് തന്നെ പ്രമോഷൻ ഇല്ലാതെ ഒരു ഇൻ്റർവ്യൂ പോലും കൊടുക്കാതെ വന്ന സിനിമ ആയതുകൊണ്ട് തന്നെ ഈ ഒരു സിനിമയ്ക്ക് വലിയൊരു ആളുകൾക്കിടയിൽ ഒരു പബ്ലിസിറ്റി ഇല്ല. ചിലവർ പോസ്റ്റർ കാണുമ്പോൾ തന്നെ ബസൂക്ക എന്ന് പറഞ്ഞ സിനിമ പോസ്റ്റർ കാണുമ്പോൾ തന്നെ ഇത് ഏതാ സിനിമ, ഇത് ആരുടെയാണ്, അതായത് മമ്മൂട്ടി ഒരു പ്രത്യേക ഗെറ്റപ്പൊക്കെ ആയതുകൊണ്ട് ഇത് മമ്മൂക്ക തന്നെ ആണോ എന്ന് വരെ വിചാരിക്കുന്ന പല വ്യക്തികളുണ്ട്. അതായത് മമ്മൂക്കയുടെ ഒരുപാട് ഫാൻസുകാരുണ്ട്. സാധാരണ ലെവലിൽ നിൽക്കുന്ന ഒരു 50 വയസ്സായ അല്ലെങ്കിൽ മമ്മൂക്കയുടെ പ്രായത്തിനൊപ്പം നിൽക്കുന്ന ഒരു 60-70 വയസ്സായ ആളുകൾക്ക് ഈ ഒരു സിനിമ മമ്മൂട്ടിനെ ആണെന്ന് പോലും അറിയാത്ത കുറേ ആളുകളുണ്ട്. കാരണം സോഷ്യൽ മീഡിയ ഉപയോഗിക്കാത്ത അല്ലെങ്കിൽ മൊബൈൽ പോലും യൂസ് ചെയ്യാത്ത ഒരുപാട് മമ്മൂട്ടി സിനിമകൾ കണ്ട ആരാധകർ ഇന്നുണ്ട്. അവർക്ക് പോലും തൃശ്ശൂർ കളിക്കുന്ന സിനിമ ഏതാണെന്നുള്ളത് ഇവർ പോസ്റ്റർ നോക്കിയിട്ട് മനസ്സിലാക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. കാരണം ബസൂക്ക എന്ന് പറയുമ്പോൾ ഒരു മലയാള സിനിമയാണോ അല്ലെങ്കിൽ അതിൻ്റെ ആ പോസ്റ്ററൊക്കെ കാണുമ്പോൾ ഒരു ഇംഗ്ലീഷ് മൂവി പോലെയാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. പ്രത്യേകിച്ച് പേര് വരെ ഇംഗ്ലീഷിലാണ്. ബസൂക്ക എന്ന് പറയുമ്പോൾ വായിക്കാൻ പോലും അറിയാത്ത പല സിനിമ പ്രേക്ഷകരുണ്ട് എന്നുള്ളതാണ് സാധാരണക്കാർക്കിടയിലുള്ള ഒരു പൊതുവെ ഉള്ള ഒരു അഭിപ്രായമാണ്. അപ്പോൾ ഈ ഒരു സിനിമ തൃശ്ശൂർ രാഗത്തിൽ കളിക്കുമ്പോൾ പലവരും ഫുട്പാത്തിലൂടെ നടന്നു പോകുമ്പോൾ ഇത് ഏതാണ് പടം, ഇത് ആരുടെയാണ് പടം, ഇതിനെക്കുറിച്ചൊന്നും പറയുന്നത് കേട്ടിട്ടില്ല. ഒരു ഹൈപ്പും ഇല്ല, ഒരു മാർക്കറ്റിങ്ങും ഇല്ല, ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇത് ഏത് സിനിമയാണ്, ഒരു വിഷു ചിത്രമായിട്ട് ഫാമിലിക്ക് പോയി കാണാൻ പറ്റുന്ന സിനിമയാണോ, അല്ലെങ്കിൽ കൃത്യമായ രീതിയിൽ പറയുകയാണെങ്കിൽ സാധാരണക്കാർക്കിടയിൽ ഈ ഒരു സിനിമയെക്കുറിച്ചിട്ട് ആർക്കും തന്നെ അറിവ് കിട്ടിയില്ല എന്നുള്ളതാണ്. ഒപ്പം തന്നെ ജിംഖാന എന്ന് പറയുന്ന സിനിമ, നസ്ലിൻ്റെ സിനിമ, ജിംഖാന എന്ന് പറയുമ്പോൾ വലിയൊരു പബ്ലിസിറ്റിയിൽ വന്നിട്ടില്ലെങ്കിലും കൂടിയിട്ട് നസ്ലിൻ്റെ സിനിമ ആ പ്രേമലു എന്ന് പറയുന്ന ഒറ്റ സിനിമയിലൂടെ വളരെയേറെ പ്രതീക്ഷകൾ ഈ ഒരു സിനിമയ്ക്ക് കിട്ടി എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഖാലിദ് റഹ്മാൻ എന്ന് പറയുന്ന സംവിധായകൻ്റെ സിനിമയാണ് ജിംഖാന എന്ന് പറയുമ്പോൾ തന്നെ തിയേറ്ററിൽ കയറി കാണാനുള്ള ഒരു ആകാംക്ഷ കൂടി ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഈ ബസൂക്ക എന്ന് പറയുന്ന സിനിമ ആദ്യമായിട്ട് ചെയ്തിട്ടുള്ള ഒരു സംവിധായകൻ്റെ സിനിമയാണ്. നമുക്ക് അറിയാം, ഡിനോ ഡെന്നീസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇതുവരെയും അറിയില്ല ആരാണെന്നോ അല്ലെങ്കിൽ ഏത് സിനിമയാണ് ചെയ്തേക്കണതെന്നും. കലൂർ ഡെന്നീസിൻ്റെ മകനാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഈ കലൂർ ഡെന്നീസ് ആരാണെന്ന് പോലും അറിയാത്ത ആളുകൾ ഇപ്പോഴും ഉണ്ടെന്നുള്ളതാണ്. അപ്പോൾ പിന്നെ എങ്ങനെ ഡിനോ ഡെന്നീസിനെ നമുക്ക് മനസ്സിലാവുക എന്നുള്ളതാണ്. അങ്ങനെ ഈ ഒരു സിനിമ പബ്ലിസിറ്റി ഇല്ലാതെ ഇറക്കിയത് കൊണ്ട് തന്നെ ഈ ഒരു സിനിമ തിയേറ്ററിലൊരു ആവറേജ് ലെവലിലാണ് ഒരു രണ്ടാമത്തെ ദിവസം ഇറങ്ങി ആദ്യ ദിവസം തൊട്ടിട്ട് പിന്നീട് രണ്ടാമത്തെ ദിവസത്തേക്ക് നിലനിന്നെന്നുള്ളത് ഷുവറായിട്ടും പറയാം. ആ ഒരു പ്രമോഷൻ്റെ കുറവ് തന്നെയാണ് ഈ ഒരു സിനിമയ്ക്ക് കണ്ടുവന്നതും എന്നുള്ളതും പറയാം. അങ്ങനെ ബസൂക്ക എന്ന് പറഞ്ഞ സിനിമ ഒരു ഏകദേശം ഒരു 25 കോടിക്ക് മുകളിൽ കളക്ഷൻ കിട്ടിക്കൊണ്ട് ഇപ്പോഴും തിയേറ്ററുകൾ കളിക്കുന്നുണ്ട്. ചില തിയേറ്ററുകൾ, അതായത് മലപ്പുറം പൊന്നാനി ഭാഗത്തൊക്കെ ഒരുപാട് നല്ല ക്രൗഡ് ഉണ്ട് എന്നുള്ളതാണ് ഇപ്പോഴും അറിഞ്ഞു വന്നത്. പക്ഷേ ഈ ഒരു സിനിമ തൃശ്ശൂർ രാഗത്തിലൊന്നും ആൾക്കാർ അധികം ഇല്ല എന്നുള്ളതിൻ്റെ ഒരു കാഴ്ച തന്നെയാണ് ഒരു ഷോ ആയിട്ട് ഇപ്പോൾ സിനിമ മാറിയിരിക്കുന്നത്. പിന്നെ ഇനോക്സിൽ കളിക്കുന്നുണ്ട്, ശോഭ സിറ്റി ഇനോക്സിൽ സിനിമ കളിക്കുന്നുണ്ട്, രാംദാസിൽ കളിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പബ്ലിസിറ്റി ഇല്ലാത്തൊരു സിനിമ തൃശ്ശൂർ തന്നെ 2-3 തിയേറ്ററിൽ ഇപ്പോഴും കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ തൃശ്ശൂർ രാഗത്തിൽ ഒരു ഷോ ആക്കി കുറച്ചതിൻ്റെ കാരണമാണ് ഇപ്പോൾ ഞാൻ നമ്മുടെ വീഡിയോയിലൂടെ പറഞ്ഞത്. ഇപ്പോൾ എമ്പുരാൻ രണ്ട് ഷോ ഇപ്പോഴും എമ്പുരാൻ കളിക്കുന്നുണ്ട്. എമ്പുരാൻ അത്യാവശ്യം നല്ലൊരു ഷോ ടൈമാണ് കിട്ടിയിരിക്കുന്നത്. അതിൻ്റേതായ ഒരാളുകൾ ഇപ്പോഴും സിനിമാ തിയേറ്ററിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഭയങ്കരമായിട്ട് പ്രമോഷൻ കിട്ടിയിട്ടുള്ള ഒരു സിനിമയാണ്, എല്ലാവർക്കിടയിൽ ഭയങ്കര പബ്ലിസിറ്റി കിട്ടിയിട്ടുള്ള ഒരു സിനിമയാണ്. പിന്നെ വിവാദങ്ങൾ കുത്തി നിറച്ചപ്പോൾ ആ ഒരു സിനിമ എന്താണെന്നുള്ളത് കാണാനും ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ, എന്തായാലും തുടരുന്നു പറഞ്ഞിട്ടുള്ള ലാലേട്ടൻ്റെ പുതിയ സിനിമ വരുന്നുണ്ട്. ഒപ്പം തന്നെ അജിത്തിൻ്റെ സിനിമയ്ക്ക് നല്ല ഒരു അഭിപ്രായമുണ്ട്, തമിഴ് സിനിമ. അപ്പോൾ ആ അജിത്തിൻ്റെ ആ ഒരു സിനിമയ്ക്ക് കിട്ടിയിട്ടുള്ള ഒരു അഭിപ്രായം വെച്ച് നോക്കുമ്പോൾ ആ സിനിമ ഫുൾ പോസിറ്റീവായിട്ടുള്ള ഒരു അഭിപ്രായമാണ്. അതുകൊണ്ട് തന്നെ സിനിമയ്ക്ക് നല്ല ഗംഭീരമായിട്ട് തിരക്കുണ്ട്. അപ്പോൾ ആ ഒരു ക്രൗഡ് കൊണ്ട് തൃശ്ശൂർ രാഗത്തിൽ ഈ ഒരു സിനിമ ഒരു പ്രത്യേക എക്സ്പീരിയൻസ് ആയിരിക്കും കാണാനെന്നുള്ള ഒരു അഭിപ്രായത്തിൽ ഈ ഒരു സിനിമ തൃശ്ശൂർ രാഗത്തിലും വരാൻ പോകുന്നുണ്ട്. അപ്പോൾ ഒരു ഷോ അജിത്തിൻ്റെ സിനിമയും ഇടുന്നുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ അവരുടെ ഒഫീഷ്യൽ പേജിലൂടെ നമ്മൾ കണ്ടിട്ടുള്ളത്. ഓക്കെ, താങ്ക് യു. നിങ്ങളുടെ അഭിപ്രായം വീഡിയോയ്ക്ക് താഴെ അറിയിക്കുക.